വിജയ് ഇപ്പം തന്നെ പറഞ്ഞേരെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വരണ്ടേ. എല്ലാം ഒന്ന് മോളെ കാണിക്കുമ്പോ ഇന്ന് പോണാ? എന്താ കുഞ്ഞൻ ഇന്നലെ പനിച്ചിട്ട് തീരെ ഉറങ്ങിക്കില്ലല്ലോ. ഞാൻ ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? എൻ്റെ അടുത്തൊരു പൈസയും ഇല്ല. നീ മോളിനെയും കൂട്ടിയിട്ട് പോണു. ഓളെ അടുത്ത് പൈസ ഉണ്ടാവും. ഞാൻ ആരുടെ അടുത്ത് കിട്ടുമോ നോക്കട്ടെ പൈസ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്ക്. നീ ചടക്ക്. പിന്നെ എൻ്റെ അടുത്തൊരു 500 ഉറുപ്പ്യ എടുക്കുന്നുണ്ടാവാ. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പൈസ തരാന്നിക്കില്ലല്ലോ. അത് ഞാൻ തിങ്കളാഴ്ച ഒരുമിച്ച് എല്ലാം തരാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് തീരെ സുഖമില്ല. പനിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. തിങ്കളാഴ്ച തന്നെ തരുവാ? തിങ്കളാഴ്ച ഉറപ്പിച്ച് തരും. നോക്കെ തിങ്കളാഴ്ച കാണാം. എടാ പൈസ കിട്ടി കേട്ടാ. എന്നെയും കൂടി ഷെയർ കൂട്ടിക്കോ. ഓക്കെ. ഇതാർക്കും വേണ്ടാത്ത ഇത് ആദ്യം നേരത്തെ ഞമ്മക്ക് തന്നെ ആദ്യം പറഞ്ഞു അതിന്റെ കളിയത് ഗ്ലാസ് കൈ പൊട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് നല്ല പരിപാടിയാട്ടോ. അല്ല ഇതെല്ലാം നമ്മളെ വേറ്റ ഇട്ടേ നമുക്ക് ഞാൻ കത്തിപ്പോട്ടെ. എടാ അടുത്തോനെ ഇല്ലടാ വിജയ് ചേട്ടൻ സാധനം ഉണ്ടാവില്ലേ? സാധനം ഇഷ്ടം പോലെ ഉണ്ടേ. പിന്നെ സീറ്റ് വാങ്ങിയില്ല? സിഗരറ്റ് വാങ്ങിക്കും. നിനക്ക് പണ്ടേ ഒരു സംശയം എനിക്ക്. സിഗരറ്റ് വലിച്ചാൽ തലപ്പ പിടിക്കും അതോ ഞരമ്പിനോ? ഒന്നര അടിക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. അതിന്റെ ഭാര്യ ഉണ്ടാ ചിലപ്പോ ഇതിന്റെ നിങ്ങൾ നേരത്തെ തുടങ്ങിക്കില്ല. ഇതായിരിക്കാം പറഞ്ഞു വെച്ചേ. മൂളിയച്ച് മാറ്റി. അല്ല ബിജേഷ് ഇനി എടുത്തു വെക്കുന്ന പണിയാ ഇത്. ദിവസം ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. എന്തിനാ ചെയ്യാ? എന്റെ മോക്ക് സുഖമില്ലല്ലോ ഞാൻ ഇപ്പൊ അങ്ങ് പോയിട്ട് വരുന്നത്. എനിക്ക് ഇവരോട് കമ്പനി കൂടാണ്ട് കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് കഞ്ഞി കുടിക്കടോ. ഇങ്ങോട്ടേക്ക് എന്തെന്നാ എനിക്ക് ഇന്നത്തെ പ്രശ്നം? ഇന്നത്തെ പ്രശ്നോ വെളിച്ചെണ്ണക്ക് 440. ഇങ്ങനെയാന്ന് എങ്ങനെയാ ജീവിക്കുക? സീത്തെ പോയിക്കട കാട്ടിക്ക്.